നമസ്കാരം ഗൈസ്, ഞാൻ അഭിനന്ദ് മേനോൻസിട്ടാ. ഇന്ന് നമ്മൾ പോണതേ തൃശ്ശൂർ സി ഡിസൈൻസിലത്തെ ചങ്ക് ബഡ്ഡീസിനെയും കൊണ്ട് ഒരു 2 ഡേ ട്രിപ്പാണ്ടാ. മൂന്നാറ് കാന്തല്ലൂര്. ഇപ്പൊ രാവിലെ ഒരു 5 മണിക്കാണ് നമ്മൾ ഇവിടുന്ന് തൃശ്ശൂർ പെരിങ്ങാവി നമ്മുടെ യാത്ര ആരംഭിച്ചു കൂട്ടാ. എന്നിട്ട് നമ്മൾ നേരെ പോയത് ഗോപാലപുരത്തേക്കാണ്. ഗോപാലപുരം ഇന്റർനാഷണൽ ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ കാന്തല്ലൂർക്കാണ് കേട്ടോ. കാന്തല്ലൂർക്ക് ഹൈ റേഞ്ചിൽ നല്ല വൈബ് അടിച്ചിട്ട് തന്നെയാണ് നമ്മൾ പോയത്. എല്ലാവരും ജാതി വൈബ് തന്നെയായിരുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഡോണേറിന്റെ റിസോർട്ടിലായിരുന്നു ഇവിടെ ലഞ്ചും കാര്യങ്ങളൊക്കെ. അടിപൊളി ചിക്കൻ ബിരിയാണി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ പോയി നമ്മുടെ ജീപ്പ് ട്രക്കിങ്ങിലേക്ക് കേട്ടാ. വൈബ് എന്ന് പറഞ്ഞാൽ വൈബ് എല്ലാവരും മാത്രം അധികം എൻജോയ് ചെയ്തുള്ള ഒരു കിൻഡല് പരിപാടി. പോയ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്തിട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജീപ്പ് ട്രക്കിങ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം അവിടുത്തെ ചേട്ടന്മാർ ഒരു രക്ഷയില്ലാത്ത ഡ്രൈവിങ് തന്നെയായിരുന്നു. കാരണം അവര് ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാന്തല്ലൂർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തൊരു സ്ഥലമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിട്ടൊരു 6 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് നേരെ പോയത് മൂന്നാറിലേക്കാണ്. മൂന്നാറിൽ ഗ്രാൻഡ് വാലിയിലായിരുന്നു സ്റ്റേ. ചെന്നപ്പൻ എല്ലാവർക്കും വിശന്ന് ചെന്നപ്പൻ നമ്മള് ഡിന്നറിലേക്കാണ് കിടന്നത്. ഫ്രഷായി അപ്പനെ ഡിന്നറിലേക്ക് കിടന്നു. ഗ്രാൻഡ് മെനു തന്നെയായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലേ. അടിപൊളി മെനു എല്ലാം കൊണ്ടും സെറ്റ്. അവര് അത്രയും ഇഷ്ടമായിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും വന്നവർക്ക്. എല്ലാ മെയിൻ കോഴ്സും കാര്യങ്ങളും സൂപ്പും എല്ലാം ഏറ്റവും അടിപൊളിയായിട്ട് അവരെ അത്ര എൻജോയ് ചെയ്തിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അതിനുശേഷം നമ്മൾ ഒരു ക്യാമ്പ് ഫയറിലേക്ക് കിടന്നു കേട്ടോ. ക്യാമ്പ് ഫയറിന്റെ ഇടയിൽ നമ്മുടെ കൂടെ വന്ന ഒരു ചേച്ചിയുടെ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ബർത്ത്ഡേ ഒരു ചെറിയൊരു എൻജോയ്മെന്റ് വന്ന എല്ലാവർക്കും ഒരു അത്രയും വൈബ് ക്ലൈമറ്റും എല്ലാം കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമായ ഒരു പരിപാടി. അതിനുശേഷം ഡാൻസും പാട്ടൊക്കെ ആയിട്ട് 12 വരെ അവിടെ കണ്ട് പൊളിച്ചു. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. അത്ര ഇഷ്ടമായിട്ടുണ്ട് അവർക്ക്. 2ാമത്തെ ദിവസം രാവിലെ ഞങ്ങള് 8 റെഡി വന്നപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 11 മണി കിട്ടാം. 11 മണിക്കാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്തത്. 11 മണിക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്കാണ്. ഗ്യാപ്പ് റോഡായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്യാപ്പ് റോഡിൽ ചെന്ന് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ വീഡിയോ എടുക്കല്, വൈബ് അടിക്കല്, ചില്ലാവല്, അതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എത്തിയത് ടോളിലേക്കായിരുന്നു കേട്ടോ. ടോളിലെത്തിയപ്പോൾ സ്ഥിരം പരിപാടി തന്നെ, കാശില്ല. എന്നിട്ട് റീചാർജ് ചെയ്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ നേരെ പോയത് ലഞ്ചിനാണ്. താജിലായിരുന്നു ലഞ്ച് ഇട്ടാ. എല്ലാവരും അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. അതിന് ശേഷം ഒരു വൈബ് അടിക്കൽ തന്നെയായിരുന്നേ. അത് നമ്മൾ ഗ്യാപ്പ് റോഡിൽ വണ്ടിയിൽ വോക്കലൊക്കെ ഇട്ട് ഗംഭീര പരിപാടി. അത് ചേട്ടന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നിർത്തി കൊടുത്താട്ടോ. ഗംഭീരാക്കി 2 വണ്ടി ഓപ്പോസിറ്റ് ഇട്ടിട്ടാണ് പഠിച്ചത്. നമ്മുടെ വ്ളോഗിൽ ആദ്യമായിട്ടാണ് ഹെലിക്യാം വ്യൂ കിട്ടണേ. അത് സി ഡിസൈൻസിലെ ചങ്ക് ചേട്ടന്മാരുടെ സഹായം കൊണ്ട് മാത്രമാണ് കേട്ടോ. വണ്ടിയുടെ വീഡിയോസൊക്കെ ഹെലിക്യാമറയൊക്കെ എടുത്ത് ഗ്രാൻഡ് പരിപാടി. ഒരു 3/4 മണിക്കൂറോളം അവിടെ നിന്ന് ഡാൻസ് കളി. അപ്പോഴേക്കും മണി ഒരു 5 മണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പതുക്കേനെ വൈപ്പൊക്കെ അടിച്ച് മൂന്നാറിൽ നിന്ന് വിട പറഞ്ഞിറങ്ങി. അപ്പോഴാണ് നമ്മുടെ ക്രിക്കറ്റ് കളി നടക്കണേ. അപ്പൊ ചേട്ടന്മാരൊക്കെ വണ്ടിയിൽ ക്രിക്കറ്റ് കളി ഇട്ടേ പറ്റൂ. അപ്പോൾ അന്ന് വേറെ വഴിയില്ല. അപ്പൊ ഇടന്നെ ക്രിക്കറ്റ് കളി ഇട്ട് എല്ലാം സെറ്റാക്കി എല്ലാരും വൈബട്ടിച്ച് അത്ര എൻജോയ്മെന്റ് കേട്ടാ. ഇന്ത്യ ജയിക്കുകയും ചെയ്തു. അതന്നെ ഗെയിം തന്നെ. അതിനുശേഷം പിന്നെ രാത്രി നമ്മൾ തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോ എന്തിട്ടാ ഡെയിലി പരിപാടി തന്നെ. വണ്ടിയില് ക്യാബിനിൽ വൈബടിക്കുക. അപ്പൊ ഈ വീഡിയോയിൽ ഉണ്ടായത് ഞാൻ, അബു, ബവിൻ, ദിൽഷാദ്, ഹരി, ലിബിൻ, ബിലാല്, അങ്ങനെ കുറച്ച് പേരാണ് കേട്ടോ. അപ്പൊ നമ്മളെ ഈ ട്രിപ്പിന് വിളിച്ച സി ഡിസൈൻസിലെ ചേട്ടന്മാരോട് ഹൃദയം കവിഞ്ഞ നന്ദിയുണ്ട്. അടുത്ത പോലെ ഞങ്ങൾ തന്നെ വിളിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.